ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. ഇത് നമ്മൾ കാറ്റഗറി 3 സ്ഥിരമായിട്ട് സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കുന്നത്, പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് എപ്പോഴും പറയുന്ന ഒരു ഏരിയ. കുറച്ച് എക്സാം ഓറിയന്റഡ് ആയിട്ട് കോഡ്സ് ഒക്കെ ഉപയോഗിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ചോദ്യം ചോദിക്കുന്ന മേഖലയാണ്. ഒരു കാരണവശാലും നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഡെവലപ്മെന്റൽ തിയറീസ് സിലബസിൽ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ തിയറീസ് ആണ് ചോദിക്കുന്നതെന്നും. അപ്പൊ ഈ ഒരു ക്ലാസ് കാറ്റഗറി 3ക്ക് വേണ്ടി മാത്രമാണോ? അല്ല, കാറ്റഗറി 1ലും 2വിലും CTET-ലും അതുപോലെ തന്നെ സൈക്കോളജി സിലബസിൽ ഉൾപ്പെടുന്ന എല്ലാത്തരം പരീക്ഷകൾക്കും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡെവലപ്മെന്റൽ തിയറീസ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും 5 പേരെയാണ് പഠിക്കാനുള്ളത്. പിയാഷെ, ബ്രൂണർ, ഫ്രൂയിഡ്, എറിക്സൺ, കാൾബക്ക്. ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ, സിഗ്മണ്ട് ഫ്രോയിഡ്, എറിക് എറിക്സൺ, അതുപോലെ തന്നെ ആരാണ്? കാൾബക്ക്. അപ്പൊ ഇത്രയും പേരെ നമുക്ക് കാരണവശാലും ഒഴിവാക്കാനായിട്ട് പറ്റില്ല. ഏതൊരു ചോദ്യ പേപ്പറും സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി സൈക്കോളജി ബേസ്ഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ ആരുടെയെങ്കിലും ഒക്കെ പേരുകൾ അല്ലെങ്കിൽ അവർ തന്നിട്ടുള്ള ഐഡിയാസ് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് ഈ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എസ്പെഷ്യലി ആ ഒരു സ്റ്റേജസ്, അതാണ് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യം നമുക്ക് പിയാഷയിൽ കിടക്കാം. ജീൻ പിയാഷെ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട തിയറി ഏതാണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് ജീൻ പിയാഷയുമായി ബന്ധപ്പെട്ടത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ചിൽഡ്രൻ കൺസ്ട്രക്ട് നോളജ് ബൈ ഇന്ററാക്ടിങ് വിത്ത് ദ എൻവയോൺമെന്റ്. കുട്ടികൾ എങ്ങനെയാണ് നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? എൻവയോൺമെന്റുമായി ഇന്ററാക്ട് ചെയ്തുകൊണ്ട്, പരിസ്ഥിതിയുമായിട്ടും ഇടപഴകിക്കൊണ്ടാണ് നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇന്റലിജൻസ് ഡെവലപ്പിംഗ് സ്റ്റേജസ്, കുട്ടികളുടെ ബുദ്ധി എങ്ങനെയാണ് സ്റ്റേജസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒറ്റയടിക്കല്ലല്ലേ, പല പല സ്റ്റേജുകളിലൂടെ പോകുന്നു. അതോടൊപ്പം തന്നെ എന്ത് പറഞ്ഞു? ലേണിംഗ് ഡിപ്പെൻഡ്സ് ഓൺ മെച്ചുറേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. പഠനം നടക്കുന്നത് എങ്ങനെയാണ്? മെച്ചുറേഷൻ അതോടൊപ്പം എക്സ്പീരിയൻസും അതിന്റെ ഫലമായിട്ടാണ് പഠനം നടക്കുന്നത്. പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പിയാഷെയുടെ കീ കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്? അസിമിലേഷൻ, അക്കോമഡേഷൻ, സ്കീമ, അഡാപ്റ്റേഷൻ, ഇക്വിലിബ്രേഷൻ. അപ്പൊ ആദ്യം എന്താണ്? അസിമിലേഷൻ. ന്യൂ എക്സ്പീരിയൻസ് ഫിറ്റ്സ് ഇൻ ടു എക്സിസ്റ്റിംഗ് നോളജ്. ഓൾറെഡി കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളിലേക്ക് പുതിയ അനുഭവങ്ങൾ എന്ത് ചെയ്യുന്നു? കൂട്ടിച്ചേർക്കപ്പെടുന്നു. അതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അസിമിലേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുന്നത്, ചെറിയ കുട്ടി ഇങ്ങനെ വെറുതെ എന്താണ് മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു കാക്ക പറന്നു പോകുന്ന കാണുന്നു, പിന്നീട് ഒരു പ്രാവ് പറന്നു പോകുന്ന കാണുന്നു, പിന്നീട് എന്താണ് മറ്റേതെങ്കിലും പക്ഷി പറന്നു പോകുന്ന കാണുന്നു. അപ്പൊ കുട്ടി എന്ത് ചെയ്യുന്നു? പക്ഷികളൊക്കെ എന്താണ് ഇതുപോലെ പറന്നു പോകും എന്നുള്ള പുതിയ എക്സ്പീരിയൻസ് ആഡ് ചെയ്യുന്നു. എന്നാൽ അടുത്ത അക്കോമഡേഷൻ. അങ്ങനെ കുട്ടി അവിടെ നിന്നപ്പോ എന്താണ്? ഒരു ഹെലികോപ്റ്റർ പോകുന്ന കണ്ടപ്പോ കുട്ടി വിചാരിച്ചത് എന്താണ്? ഹെലികോപ്റ്റർ ഒരു പക്ഷിയായിരിക്കും എന്ന് വിചാരിക്കും. അപ്പൊ ഈ അസിമുലേഷനിൽ അങ്ങനെ വിചാരിക്കുന്നു. പക്ഷെ ഇവിടെ അക്കോമഡേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ശരി, ഹെലികോപ്റ്റർ പക്ഷിയാണോ? അല്ല. അപ്പം അവിടെ എന്ത് ചെയ്യപ്പെടുന്നു? മോഡിഫൈങ് എക്സിസ്റ്റിംഗ് നോളജ്. ഓൾറെഡി ഉള്ള നോളജ്, ഇതുപോലെ പറന്നു പോകുന്നതെല്ലാം പക്ഷികളല്ല എന്ന് കുട്ടി എന്ത് ചെയ്യുന്നു? മുന്നിൽ നേടിയ അറിവിൽ എന്ത് ചെയ്യുന്നു? ഒരു മോഡിഫിക്കേഷൻ വരുത്തുന്നു. അതിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പുതിയ എക്സ്പീരിയൻസുകൾ എക്സിസ്റ്റിംഗ് നോളജിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതിനെയാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ ആഡ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? മോഡിഫിക്കേഷൻ വരുമ്പോൾ അതിനെയാണ് അക്കോമഡേഷൻ മോഡിഫിക്കേഷൻ. അപ്പൊ ആ ഒരു കണക്ഷൻ വെച്ച് പഠിച്ചു വെക്കണം. അസിമുലേഷനും അക്കോമഡേഷനും നമ്മൾ തിരിഞ്ഞു പോകലും. അസിമുലേഷൻ എന്താണ്? ആദ്യം തന്നെ എന്താ? നോളജ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു സ്കീമിലേക്ക് വരുന്നു. അതിലൊരു മോഡിഫിക്കേഷൻ, അതാണ് അക്കോമഡേഷൻ എന്ന് ഓർത്തുവെക്കാം. അപ്പൊ ഞാൻ ഒരു വാക്ക് പറഞ്ഞു, സ്കീമ. എന്താണ് ഈ സ്കീമ? മെന്റൽ ആയിട്ടുള്ള ഫ്രെയിംവർക്ക്. ഒരു കാര്യം പറയുമ്പോൾ, ഇപ്പൊ ഞാൻ കാക്കയുടെ കാര്യം പറഞ്ഞു, പ്രാവിന്റെ കാര്യം പറഞ്ഞു, ഹെലികോപ്റ്ററുടെ കാര്യം പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ ഒരു ഇമേജ് തെളിഞ്ഞിട്ടുണ്ടായില്ലേ? ആ ഒരു ഇമേജിനെയാണ് നമ്മൾ എന്താ പറയാ? മെന്റൽ ഫ്രെയിംവർക്കിനെയാണ് സ്കീമ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതാണ് അഡാപ്റ്റേഷൻ. അസിമുലേഷനും അക്കോമഡേഷനും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. സംഗതി ഇത്രയേ ഉള്ളൂ. പുതിയ നോളജുകൾ എക്സിസ്റ്റിംഗ് സ്കീമയിലോട്ട് വരുന്നു, ദെൻ എന്ത് ചെയ്യുന്നു? അതിന് മോഡിഫിക്കേഷൻ സംഭവിക്കുന്നു. രണ്ടുകൂടെ ചേരുമ്പോൾ എന്താണ്? അഡാപ്റ്റേഷനായി.
അടുത്തത് ഇക്വിലിബ്രേഷൻ. ഇക്വിലിബ്രേഷൻ എന്താണ്? ബാലൻസ് ബിറ്റ്വീൻ തിങ്കിങ് ആൻഡ് എക്സ്പീരിയൻസ്. ഇതുപോലെ എന്ത് ചെയ്യുന്നു, ഇത്തരത്തില് ഇപ്പൊ മോഡിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ പക്ഷികളല്ല, ഈ പറന്നു പോകുന്ന എല്ലാം പക്ഷികളല്ല എന്ന് കുട്ടി മനസ്സിലാക്കി എടുക്കുമ്പോൾ ആ ഒരു ഇക്വിലിബ്രേഷൻ സ്റ്റേജിലോട്ട് പോകുന്നു. ചിന്തയും അനുഭവവും ഒരുപോലെ എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ചിന്തിക്കുന്ന ഒന്നും എക്സ്പീരിയൻസിൽ കാണുന്ന മറ്റൊന്നും ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഡിസ്ഇക്വിലിബ്രിയം സംഭവിക്കും അല്ലേ? അപ്പൊ ഒരു സന്തുലിതാവസ്ഥയിൽ ചിന്തയും അതോടൊപ്പം തന്നെ എന്താണ്, അനുഭവം പോകുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ എന്ത് പറയും? ഇക്വിലിബ്രേഷൻ എന്ന് പറയും. പിന്നീട് നമുക്ക് പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എന്താണ്? പിയാഷയുടെ ആ ഒരു 4 സ്റ്റേജുകൾ അല്ലേ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് 4 സ്റ്റേജുകൾ. ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്. ജനനം മുതൽ 2 വയസ്സ് വരെ. അവിടെ എന്താ പ്രത്യേകത? ലേൺ ത്രൂ സെൻസസ് ആൻഡ് ആക്ഷൻ. സെൻസുകളിലൂടെയും ആക്ഷനുകളിലൂടെയും പഠിക്കുന്നു. അതിനെയാണ് എന്ത് പറയുക? സെൻസറി മോട്ടോർ സ്റ്റേജ്. ജനനം മുതൽ 2 വയസ്സ് വരെ. അപ്പൊ നിങ്ങൾക്ക് വലതുവശത്തായിട്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ചിത്രങ്ങളിലൂടെ കണ്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. രണ്ടാമത്തെ സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. അവിടുത്തെ പ്രത്യേകത എന്താണ്? സിംബോളിക് തിങ്കിങ്, ഈഗോസിൻട്രിസം. സിംബോളിക് തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്താണ്? സിംബലുകളിലൂടെ ചിന്തിക്കുന്നു അല്ലേ? അപ്പൊ എന്താണ്? പ്രതീകങ്ങളെ വെച്ചിട്ട് ചിന്തിക്കുന്നു. ഈഗോസെൻട്രിസം. കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ലോകത്തെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. കുട്ടിക്ക് എന്താണ്? കുറച്ചും കൂടെ ഒരു ഭൗതിക വളർച്ച വരുന്നു. ലോജിക്കലി കാര്യങ്ങൾ ചിന്തിക്കുന്നു. കോൺക്രീറ്റ് ഓബ്ജക്ട്സ്, കൺമുന്നിലുള്ള വസ്തുക്കളെ കുറിച്ച് ലോജിക്കലി ചിന്തിക്കാൻ കഴിയുന്നതാണ് അല്ലെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. അപ്പൊ നിങ്ങൾക്ക് ആ ചിത്രങ്ങളും കൂടെ മനസ്സിൽ കണ്ട് പോണം കേട്ടോ. അടുത്ത ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്താണ്? 11 വയസ്സിന് ശേഷം. അവിടെ എത്തുമ്പോൾ എന്താണ്? കൺമുന്നിൽ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പോലും അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, ഹൈപ്പോത്തറ്റിക്കൽ തിങ്കിങ്, ഇത് അങ്ങനെയാണെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ ആണെങ്കിലോ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നതും ഇഫ് ദെൻ വാട്ട് ഇഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ്? ചിന്തിക്കാൻ കഴിയുന്നതാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. അപ്പൊ 4 സ്റ്റേജുകളാണ്: സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഓരോ സ്റ്റേജിനും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട്. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? ഡെവലപ്മെന്റ് കംസ് ബിഫോർ ലേണിംഗ്. പഠനത്തിന് മുമ്പായിട്ട് എന്താണ്? വികാസം ഉണ്ടാകുന്നുണ്ട്, ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ചൈൽഡ് ഈസ് ആൻ ആക്റ്റീവ് ലേണർ. കുട്ടി എന്താണ്? ആക്റ്റീവായിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്റലിജൻസ് ഡെവലപ്പ് ഇൻ സീക്വൻസ്. ഒരു ഓർഡറിലാണ് ഈ ഒരു ബുദ്ധി വളർന്നു വരുന്നത്. ആൻഡ് കനോട്ട് സ്കിപ്പ് സ്റ്റേജ്. സ്റ്റേജുകൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ? ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ, സെൻസറി മോട്ടോർ സ്റ്റേജ് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യണം? നേരെ നമുക്ക് എങ്ങോട്ട് വരണം? പ്രീ ഓപ്പറേഷനിലോട്ട് വരണം. പ്രീ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കോൺക്രീറ്റിലോട്ട് പോകണം, അവിടുന്ന് ഫോർമൽ ഓപ്പറേഷനിലോട്ട് പോകണം. അങ്ങനെയാണ് പിയാഷെ ആ ഒരു സ്റ്റേജുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് പഠിക്കാനായിട്ട് നമുക്ക് എന്താണ്? കോഡുകളൊക്കെ ഓർത്ത് നോക്കണം. SPCF ആണ് കോഡ്. അപ്പൊ എന്താണ്? സെൻസറി മോട്ടോ. സെൻസറി മോട്ടോ ഫസ്റ്റ് ലെറ്റർ വെച്ച് നിങ്ങൾ നോക്കണേ. സെൻസറി മോട്ടോ സ്റ്റേജ് ആകുമ്പോൾ സ്മാൾ ബേബി ആയിരിക്കും. അപ്പൊ 0 to 2 years ടച്ചിലൂടെയാണ് എല്ലാം അറിയുന്നത്. അടുത്ത പ്രീ ഓപ്പറേഷൻ ആകുമ്പോൾ കുട്ടി എവിടെയായിരിക്കും? പ്രീ സ്കൂളിൽ പോകത്തില്ല. ആ ഒരു ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കി വെക്കണം. സ്മാൾ ബേബി, സെൻസറി മോട്ടോ. പ്രീ ഓപ്പറേഷൻ, പ്ലേ സ്കൂൾ. അപ്പൊ അവിടെ എന്താണ്? പതുക്കെ സംസാരിച്ചൊക്കെ തുടങ്ങുന്നു. 2 to 7. എന്താണ്? കോൺക്രീറ്റ് സ്റ്റേജ് ആകുമ്പോൾ എന്താണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ ആകുമ്പോൾ എന്താണ്? ക്ലാസ് റൂമിന്റെ ലോജിക്. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ തിങ്ക് ചെയ്യുന്നു. അടുത്ത 11 വയസ്സ് മുതൽ എന്താണ്? തിയറി. കുറച്ചും കൂടെ ഹയർ ലെവലിലെത്തി. ഫ്യൂച്ചർ തിങ്കിങ്, ഫോർമൽ. അപ്പൊ നിങ്ങൾക്ക് സാധാരണഗതിയിലെ പരീക്ഷയ്ക്ക് ഫസ്റ്റ് സ്റ്റേജ് സെൻസറി മോട്ടോർ ആണ് കിട്ടും. പിന്നെ അങ്ങോട്ടുള്ള സ്റ്റേജുകളിൽ സംശയം വരും. അപ്പൊ അത് സംശയം വരാതെ ഇങ്ങനെ അങ്ങ് പഠിച്ചോ. സ്മാൾ ബേബി, സെൻസറി മോട്ടോർ, പ്ലേ സ്കൂൾ, പ്രീ ഓപ്പറേഷൻ, ക്ലാസ് റൂം ലോജിക്, കോൺക്രീറ്റ്, ഫ്യൂച്ചർ തിങ്കിങ്, ഫോർമൽ. ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കത്തില്ല. ഉറപ്പായിട്ടുള്ള സ്റ്റേജുകൾ മറക്കത്തില്ല. അപ്പൊ അടുത്ത നമുക്ക് പഠിക്കാനായിട്ടുള്ള ജെറോമിസ് ബ്രൂണറെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ തിയറി ഏതാണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ലേണിംഗ് ഒക്കെ ത്രൂ ഡിസ്കവറി. കണ്ടെത്തലുകളിലൂടെയാണ് പഠനം നടക്കുന്നത്. ടീച്ചർ ഷുഡ് ഗൈഡ്, നോട്ട് സിംപ്ലി ടെൽ. ടീച്ചേഴ്സ് എന്താ ചെയ്യേണ്ടത്? ഗൈഡ് ചെയ്യണം, അല്ലാതെ വെറുതെ പറയല്ല വേണ്ടത്. തീർച്ചയായിട്ടും നമ്മളും എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണല്ലേ. നമ്മൾ ടീച്ചേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഗൈഡ് ആയിരിക്കണം. അവരുടെ വെറുതെ കാര്യങ്ങൾ പറയില്ല, അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ഗൈഡ് ആവണം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഡിവിഷൻ എങ്ങനെയാണ്? 3 modes ഓഫ് റെപ്രസെന്റേഷൻ ആണ്. 3 മോഡുകളായിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് അദ്ദേഹം കൊണ്ടുവന്നത്. പിയാഷയുടെ 4 സ്റ്റേജ് കണ്ടെങ്കിൽ ബ്രൂണറിന് എന്താണ്? 3 മോഡ് ഓഫ് റെപ്രസെന്റേഷൻ ആണ്. ഫസ്റ്റ് മോഡാണ് ഇനാക്റ്റീവ് മോഡ് അല്ലെങ്കിൽ ഇനാക്റ്റീവ് സ്റ്റേജ്. അവിടെ എന്താണ്? ലേണിംഗ് ബൈ ഡൂയിങ്.
കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നു. അതാണ് ഇനാക്റ്റീവ് സ്റ്റേജ്. അവിടെ എന്താണ് നമ്മൾ സെൻസറി മോഡലിൽ പറഞ്ഞ പോലെ എന്താണ് ആ ഒരു കാര്യങ്ങൾ തൊട്ട് കണ്ട് ചെയ്ത് പഠിക്കുന്നു. അടുത്തത് ഐക്കോണിക് ആണ്. ഐക്കോണിക് സ്റ്റേജിൽ എന്താ ലേണിംഗ് ബൈ ഇമേജസ്, ചിത്രങ്ങളിലൂടെ പഠിക്കുന്നു. മൂന്നാമത്തെ സ്റ്റേജ് എന്താണ് സിംബോളിക്, ലേണിംഗ് ബൈ ലാംഗ്വേജ് ആൻഡ് സിംബൽസ്. അവിടെ എന്ത് വന്നു, ഭാഷയും സിംബലുകളും പ്രതീകങ്ങളും ഒക്കെ വന്നു. ഇപ്പൊ ഇനാക്റ്റീവ് സ്റ്റേജിൽ എന്താണ് ലേണിംഗ് ബൈ ഡൂയിങ്. നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ആ ചിത്രങ്ങളും കൂടെ നോക്കി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ചിത്രം മനസ്സിൽ വന്നാൽ തന്നെ, സ്ക്രീനിൽ കാണുന്ന ചിത്രങ്ങൾ മനസ്സിൽ തെളിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇനാക്റ്റീവ് സ്റ്റേജ് ലേണിംഗ് ബൈ ഡൂയിങ്, ഐക്കോണിക് സ്റ്റേജ് ലേണിംഗ് ബൈ ഇമേജസ്, സിംബോളിക് സ്റ്റേജ് ലേണിംഗ് ബൈ ലാംഗ്വേജ് ആൻഡ് സിംബൽസ്. പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് സ്പൈറൽ കരിക്കുലം. നോക്കിക്കേ, സ്പൈറൽ പ്രോഗ്രഷൻ ആണ് ആ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ടോപ്പിക്. അപ്പൊ അതെങ്ങനെയാണ്, വളരെ സിമ്പിൾ ലെവലിൽ ആദ്യം പഠിക്കുന്നു, പിന്നെ അതേ ടോപ്പിക്ക് തന്നെ എന്താണ് ഹയർ ക്ലാസ്സുകളിലേക്ക് പഠിക്കുന്നു, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നു. പക്ഷെ ഓരോ തവണയും എന്ത് ചെയ്യുന്നു, അതിന്റെ ഡിഫിക്കൽട്ടി ലെവല് കൂടി കൂടി വരും. ലേണിംഗ് ബിൽഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലൈക്ക് എ സ്പൈറൽ, പടിപടിയായിട്ടാണ് പഠനം നടക്കുന്നത്, സ്പൈറൽ പോലെ. കോർ കൺസെപ്റ്റ് റിമെയിൻ ദ സെയിം, കോർ ആയിട്ടുള്ള കൺസെപ്റ്റുകളും മാറുന്നില്ല, അത് സെയിം ആയിട്ട് നിൽക്കും. ഈച്ച് ടൈം ദ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഗോസ് ഹയർ, ഓരോ തവണ എന്ത് ചെയ്യും, ആ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹയർ ആയി പറ്റുകൊണ്ടേയിരിക്കും. കീ ഐഡിയാസ് ആർ റീവിസിറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ, പ്രധാനപ്പെട്ട ഐഡിയാസ് എന്ത് ചെയ്യും, വീണ്ടും 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 വിസിറ്റ് ചെയ്യപ്പെടും. അപ്പൊ അതാണ് നമുക്ക് സ്പൈറൽ കരിക്കുലത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തതാണ് ഡിസ്കവറി ലേണിംഗ്. എന്താ, കണ്ടെത്തൽ പഠനം. എക്സ്പ്ലോർ, ഇൻവെസ്റ്റിഗേറ്റ്, ഫൈൻഡ് ആൻസേഴ്സ് ദംസെൽഫ്. എന്താ ഇവിടെ ചെയ്യുന്നത്, കുട്ടികൾ കാര്യങ്ങൾ സ്വയം കണ്ടെത്തുന്നു. ഓരോ കാര്യങ്ങൾ ലുക്ക് ക്ലോസ്ലി അറ്റ് തിങ്സ്, കാര്യങ്ങൾ സൂക്ഷിച്ചു നോക്കുന്നു. ഇൻവെസ്റ്റിഗേറ്റ്, ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഔട്ട്, ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ദേ വിൽ ഫൈൻഡ് ആൻസേഴ്സ്, തിങ്ക്, കണക്ട് ആൻഡ് ഡിസ്കവർ, കാര്യങ്ങൾ ചിന്തിക്കുകയും കണക്ട് ചെയ്യുകയും എന്ത് ചെയ്യുന്നു, ഡിസ്കവർ ചെയ്യുകയും ചെയ്യുന്നു. അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലേൺ ഓൺ ദിയർ ഓൺ വേ, അവരുടെ രീതിയിൽ അവർ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. അതാണ് ഡിസ്കവറി ലേണിംഗ്. കാര്യങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു, കണ്ടെത്തി പഠിക്കുന്നു. അതാണ് ഡിസ്കവറി ലേണിംഗ്. അപ്പൊ ടീച്ചറിന്റെ റോൾ എന്തായിരിക്കും, ഫെസിലിറ്റേറ്റർ ആണല്ലേ, ആവശ്യമുള്ള സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റേറ്റർ. ഗിവ് ഹിംസ്, വേണ്ട ക്ലൂസ് ഒക്കെ കൊടുക്കുന്ന ആൾ. എൻകറേജസ് ക്വസ്റ്റ്യനിങ്, കുട്ടികളെ ചോദ്യം ചോദിക്കുന്നതിനെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യുന്ന ആൾ. അടുത്താണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹവുമായിട്ട് ഡെവലപ്പ് ചെയ്ത തിയറി ഏതാണ്, സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്. അദ്ദേഹത്തിന്റെ തിയറിയാണ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്. പേഴ്സണാലിറ്റി ഡെവലപ്സ് ത്രൂ സാറ്റിസ്ഫിക്കേഷൻ ഓഫ് ബയോളജിക്കൽ ഡ്രൈവ്, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ബയോളജിക്കൽ ഡ്രൈവ്സ്. ഇപ്പൊ എന്താണ്, പേഴ്സണാലിറ്റി, വ്യക്തിത്വം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ബയോളജിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുന്നതെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കണ്ടെത്തൽ. അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്തത്, പല കൺസെപ്റ്റുകൾ മുന്നോട്ട് വെച്ചു. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് സ്ട്രക്ചറൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിന്റെ എന്താണ് സ്ട്രക്ചറിലെ അദ്ദേഹം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് നോക്കാം. ദ ഹ്യൂമൻ സൈക്കി ഇസ് ഡിവൈഡ് ഇൻടു 3 ഇന്ററാക്ടിങ് കമ്പോണൻസ്, 3 ഇന്ററാക്ട് ചെയ്യുന്ന കമ്പോണൻസ് കൊണ്ടാണ് മനുഷ്യ മനസ്സ് ഉണ്ടാക്കിയേക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്, ഫ്രോയിഡ് പറഞ്ഞത്. ആദ്യത്തത് ഇഡാണ്. ഇഡ് എന്ത് ചെയ്യുന്നു, പ്ലഷർ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓപ്പറേറ്റ് ഓൺ ദ പ്ലഷർ പ്രിൻസിപ്പിൾ, സീക്കിംഗ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ഇൻസ്റ്റിങ്സ് ആൻഡ് ഡിസയേഴ്സ്. എന്താഗ്രഹിക്കുന്നു അത് അപ്പം നേടണം, ആ നിമിഷം നേടണം എന്ന് പറയുന്ന മനസ്സിന്റെ ആ ഒരു ഭാഗമാണ് എന്ത്, ഇഡ് എന്ന് പറയുന്നതും. ഇറ്റ് വർക്ക്സ് ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾ, അല്ലേ, ആ ഒരു പ്ലഷർ, ആനന്ദം മാത്രമാണ് ഇഡ് നോക്കുന്നത്. ഇപ്പൊ ഒരു ഐസ്ക്രീം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ആ ചിത്രത്തിൽ കാണുന്ന പോലെ ഐ വാണ്ട് ഇറ്റ് നൗ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ മനസ്സ്. അപ്പൊ ചെറിയ കുട്ടികളെ നോക്കിക്കഴിഞ്ഞില്ല, അവർക്ക് എന്താണ് മുൻപിൻ ചിന്തയുണ്ടോ, ഇല്ല, അവർക്കൊരു കാര്യം അവർ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കിട്ടണം. അപ്പൊ ചെറിയ പ്രായത്തിൽ നമ്മുടെ മനസ്സിൽ വർക്ക് ചെയ്യുന്ന ഭാഗം ഏതായിരിക്കും, കൂടുതലായിട്ട് ഇഡായിരിക്കും. പിന്നെ പതിയെ ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പായി വരുമ്പോൾ ആര് ഡെവലപ്പായി വരുന്നുണ്ട്, ഈഗോ വരുന്നു. ഈഗോ എന്താണ്, റിയാലിറ്റി പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. Ego operates on the reality principle, thinking logically and finding realistic way to satisfy the desires. ഡിസയറുകൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, റിയാലിറ്റി പ്രിൻസിപ്പിളിലാണ് ഈഗോ വർക്ക് ചെയ്യുന്നത്. ലോജിക്ക് വെച്ച് പ്രവർത്തിക്കുന്നു. യഥാർത്ഥ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഡിസയറുകളെ സാറ്റിസ്ഫൈ ചെയ്യാം. ഐ വാണ്ട് ഇറ്റ് ബട്ട് ഐ ഹാവ് ടു ഏൺ മണി ടു ബൈ ഇറ്റ്, എനിക്കത് വേണം, പക്ഷെ എന്ത് ചെയ്യണം, ഞാൻ പണം സമ്പാദിച്ച് അത് വാങ്ങണം. ഇഡ് എന്താ പറയുന്നത്, കൈ കിട്ടുന്ന തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിക്കുവോ എന്നായിരിക്കും ഇഡ് പറയുന്നത്. പക്ഷെ ഈഗോ എന്താ ചെയ്യുന്നത്, അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കുന്നു, എനിക്കത് വേണം.
പക്ഷെ എന്താണ്, ഞാൻ മണി ഏൺ ചെയ്തു, അതാണ് അവിടുത്തെ റിയാലിറ്റി. എന്താണ് അപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യം? യാഥാർത്ഥ്യ ബോധ തത്വത്തിലാണ് ഈഗോ പ്രവർത്തിക്കുന്നത്. അടുത്താണ് സൂപ്പർ ഈഗോ. കുറച്ചും കൂടെ ഡെവലപ്പ് ആവുമ്പോഴാണ് അല്ലേ സൂപ്പർ ഈഗോ വർക്ക്സ് ഓൺ മോറൽ പ്രിൻസിപ്പിൾ. മോറൽ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓപ്പറേറ്റ്സ് ഓൺ ദ മോറൽ പ്രിൻസിപ്പിൾ ആക്ടിങ് ആസ് എ മോറൽ കോമ്പസ്. ഒരു മോറൽ കോമ്പസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഫോളോസ് വാല്യൂസ്, റൂൾസ് ആൻഡ് ഐഡിയസ്. കുറച്ചും കൂടെ അങ്ങോട്ട് മുതിരുമ്പോൾ എന്ത് മനസ്സിലാവും? ഇറ്റ്സ് നോട്ട് റൈറ്റ് ടു ടേക്ക് വിതൗട്ട് പെർമിഷൻ. ഒരു കാര്യം മറ്റൊരാൾ ചോദിക്കാതെ എടുക്കാൻ പാടില്ല. ഇപ്പൊ എന്താണ്, അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ പുതിയ പേന കൊണ്ടുവരുന്നു, അപ്പോൾ എന്താണ്, ഹെഡ് പറയുന്നത് എന്തായിരിക്കും? അതിനെ അടിച്ചു മാറ്റി കൈ വെച്ചേരും. ഈഗോ പറയും, പക്ഷെ എന്താണ്, ഈഗോ പറയുന്നത് എന്തായിരിക്കും? എനിക്കത് വേണം, പക്ഷെ എന്ത് ചെയ്യും? അത് എന്റേതല്ലല്ലോ. കുറച്ചുകൂടെ സൂപ്പർ ഈഗോ കുറച്ചുകൂടെ ഹയർ ലെവലിൽ പറയും, ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ വസ്തു എടുക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതാണ് ഈഗോ സൂപ്പർ ഈഗോ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ ഒരു ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അടുത്തായിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? 3 ലെവൽസ് ഓഫ് മൈൻഡ്. മൈൻഡിന്റെ 3 ലെവലുകളെ ഡിവൈഡ് ചെയ്തു. അപ്പൊ അത് കാണിക്കാനായിട്ട് അദ്ദേഹം എന്താ ചെയ്തു? ഒരു ഐസ്ബർഗിന്റെ മോഡലാണ് അവതരിപ്പിച്ചത്. അപ്പൊ ഐസ്ബർഗ് ടൈറ്റാനിക് സിനിമയിൽ നമുക്കറിയാല്ലേ, ഐസ്ബർഗിന്റെ ഏറ്റവും മുകൾ ഭാഗം, ഇത് വളരെ കുറച്ചേ നമുക്ക് ആ ഒരു സമുദ്രനിരപ്പിന് മുകളിലായിട്ട് അല്ലെ ആ ഒരു ലെവൽ സർഫസിന് മുകളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ അതിന്റെ താഴോട്ട് അതിലും വലിയ ഭാഗം എന്താണ്, നമുക്ക് കാണാൻ പറ്റാത്ത വിധം കടലിന് അടിയിലായിട്ട് ഉണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് ഡിവൈഡ് ചെയ്തത്. അപ്പൊ നമുക്ക് മുകളിലായിട്ട് കാണാൻ കഴിയുന്ന ഒരു ഭാഗത്തിനെ എന്ത് ചെയ്തു അദ്ദേഹം? വാട്ടർ ലെവലിന് മുകളിലുള്ള ആ ഒരു മഞ്ഞുമലയുടെ ഭാഗത്തിനെ എന്ത് പറഞ്ഞു? കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു. അവെയർ ഓഫ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്. നമ്മുടെ ചിന്തകളും നമ്മുടെ ഫീലിങ്സും ഒക്കെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു ഭാഗം. തിങ്സ് ആൻഡ് മേക്ക് ഡിസിഷൻ. ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. ഐ ആം റീഡിങ്. ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലെങ്കിൽ ഞാനിപ്പോ പറയണം ഐ ആം വാച്ചിങ് ദിസ് ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ജസ്റ്റ് ബിലോ, അതിന്റെ തൊട്ട് താഴെയായിട്ട് എന്താ കാണാൻ കഴിയും? പ്രീ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. അവിടെ എന്താണ്? മെമ്മറീസ് ഈസി ടു റീകോൾ. നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. റെഡിലി അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ പോലും എന്താണ്, ഇൻഫർമേഷൻ ഓൺ സ്റ്റാൻഡ് ബൈ. അത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇരിപ്പുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഓർത്തെടുക്കാൻ പറ്റും. അതാണ് പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത്. ഈ സ്കൂൾ നെയിം, പഠിച്ച സ്കൂളിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇമീഡിയറ്റ് ആയിട്ടും ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് പ്രീ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അടുത്തത് അൺകോൺഷ്യസ് മൈൻഡ് ആണ്. ഡീപ് ബിലോ സർഫസിൽ ഏറ്റവും അങ്ങ് അടിയിലായിട്ട് ആഴത്തിൽ കാണാൻ കഴിയുന്ന ഒരു ഭാഗം. ഡീപ് ബിലോ സർഫസ് എന്താണ്? അൺകോൺഷ്യസ് മൈൻഡ് ആണ്. അൺകോൺഷ്യസ് മൈൻഡിലാണ് ഹിഡൻ തോട്ട്സ് ആൻഡ് ഇൻസ്റ്റിങ്സ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണ് ഒളിഞ്ഞു കിടക്കുന്ന ചിന്തകളും വികാരങ്ങളും ഒക്കെ അല്ലേ? റിപ്രസ്ഡ് മെമ്മറീസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. നമ്മൾ അടക്കി വെച്ചേക്കുന്ന ഓർമ്മകളും അതോടൊപ്പം സംഘർഷങ്ങളും ഒക്കെ എന്താണ് മനസ്സിന്റെ ഈ ഒരു ഭാഗത്താണ്. ഇൻഫ്ലുവൻസസ് ഓഫ് ബിഹേവിയർ. ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ ഇതാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. ഡ്രീംസ്, ഫിയേഴ്സ്, ഹാബിറ്റ്സ്. നമ്മുടെ സ്വപ്നങ്ങളാണെങ്കിലും നമ്മുടെ പേടികളാണെങ്കിലും നമ്മുടെ ഹാബിറ്റ്സ് ആണെങ്കിലും ഒക്കെ എന്താണ് എവിടെയാണ് ഇരിക്കുക? നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് നമുക്ക് ബോധ മനസ്സിൽ ധാരണ ഉണ്ടാകില്ല. അങ്ങനെയാണ് അദ്ദേഹം 3 ലെവൽസ് ഓഫ് ദ മൈൻഡ് ഡിവിഷൻ ചെയ്തത്. അടുത്തതായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. 5 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിയാഷയിൽ നമ്മൾ 4 സ്റ്റേജ് കണ്ടു. ബ്രൂണറിൽ നമ്മൾ 3 സ്റ്റേജ് അല്ലെങ്കിൽ 3 മോഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ കണ്ടു. ഫ്രോയിഡിൽ വന്നപ്പോ എന്താണ് 5 സ്റ്റേജസ്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാം? സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ജനനം മുതൽ 1 വയസ്സ് വരെ മൗത്ത് ആയിരിക്കും പ്ലഷർ ഏരിയ. അപ്പം ഓരോ ഘട്ടത്തിലും ഒരു ഇറോജീനിയസ് സോൺ കാണും, പ്ലഷർ കിട്ടുന്ന ഒരു ഏരിയ കാണും. ആ ഒരു രീതിയിൽ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഓറൽ സ്റ്റേജ് ജനനം മുതൽ 1 വയസ്സ് വരെ അവിടെ എങ്ങനെയായിരിക്കും? മൗത്ത് ആയിരിക്കും പ്ലഷർ ഏരിയ. അപ്പൊ നിങ്ങൾ ഈ ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് ഏനൽ സ്റ്റേജ് ആണ്. 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെ. അവിടെ എന്താണ്? ബവൽ കൺട്രോളിംഗ് ആണ്. ഏനസ് അവിടെയായിരിക്കും പ്ലഷർ ഏരിയ എന്ന് പറയുന്നത്. ഫാലിക് സ്റ്റേജ് എത്തുമ്പോൾ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ജെനൈറ്റൽസ് ആയിരിക്കും അവിടെ പ്ലഷർ ഏരിയ എന്ന് പറയുന്നത്. ലാറ്റൻസി സ്റ്റേജ് 6 മുതൽ 12 വയസ്സ് വരെ. അവിടെ എന്താ? ഹിഡൻ ആയിട്ടുള്ള സെക്ഷൽ ഫീലിങ്സ് ആയിരിക്കും. സെക്ഷൽ ഫീലിങ്സ് ഒക്കെ ഒന്നും അങ്ങനെ പുറത്തോട്ട് വരാത്ത ഒരു പ്രായമാണ് അവിടെ, പ്രത്യേകിച്ച് പ്ലഷർ ഏരിയയിൽ. ജെനൈറ്റൽ സ്റ്റേജിലാവുമ്പോഴത്തേക്ക് എന്താണ്? 12+. അപ്പൊ അവിടെ എന്ത് കാണാൻ കഴിയും? 12 വയസ്സിന് ശേഷം അവിടെ എത്തുമ്പോഴത്തേക്ക് എന്താണ്? മെച്യൂർ ആയിട്ടുള്ള സെക്ഷുവാലിറ്റി ഉണ്ടാകുമെന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്.
ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോക്കാം. ഏർലി ചൈൽഡ്ഹുഡ് ഷേപ്സ് പേഴ്സണാലിറ്റി. ഫ്രോയിഡിനെ സംബന്ധിച്ചിടത്തോളം ഏർലി ചൈൽഡ്ഹുഡ് ആണ് എന്ത് ചെയ്യുക, പേഴ്സണാലിറ്റിയെ ഷേപ്പ് ചെയ്യുക. കോൺഫ്ലിക്ട്സ് കോസ് ഫിക്സേഷൻ. കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായാൽ ഓരോ സ്റ്റേജുകളിലും എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫിക്സേഷൻ, ആ സ്റ്റേജുകളിൽ ഫിക്സ് ആയി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അദ്ദേഹം എന്ത് പറഞ്ഞു, അൺകോൺഷ്യസ് മൈൻഡ് ഇൻഫ്ലുവൻസസ് ബിഹേവിയർ. ഓരോ വ്യക്തിയുടെയും ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്താണ്, അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് ആയിരിക്കും. അടുത്തത് എറിക് എറിക്സൺ ആണ്. അദ്ദേഹത്തിന്റെ തിയറി എന്താണ്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് നമ്മൾ ഫ്രോയിഡിൽ കണ്ടപ്പോൾ എറിക് എറിക്സന്റെ എന്താണ്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ് ലോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഡെവലപ്മെന്റ് എന്നാണ് എറിക് എറിക്സൺ പറയുന്നത്. ഈച്ച് സ്റ്റേജ് ഹാസ് എ ക്രൈസിസ്. അതിൽ ഓരോ സ്റ്റേജിലും ഓരോ ക്രൈസിസ് ഉണ്ടാകും. ആ ക്രൈസിസിനെ സക്സസ്ഫുൾ ആയിട്ട് റെസൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ആ ക്രൈസിസിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഉണ്ടാകുമെന്നാണ് എറിക് എറിക്സന്റെ ആ ഒരു തിയറി പറയുന്നത്. അപ്പൊ നമുക്ക് ആ സ്റ്റേജുകളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ രീതിയിലാണ് സ്റ്റേജും ഏജും ക്രൈസിസും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ജനനം മുതൽ ഒരു വയസ്സ് വരെ ട്രസ്റ്റ്, ആരെ വിശ്വസിക്കും ആരെ വിശ്വസിക്കരുത്, അതാണ് ഒന്നാമത്തെ സ്റ്റേജിലെ ക്രൈസിസ്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം. ഒരു വയസ്സ് മുതൽ 3 വയസ്സ് വരെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിയുമോ, സ്വന്തമായി ചെയ്യാൻ സാധിക്കുമോ, ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഷെയിം ഉണ്ടാകുമോ, അതാണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം. മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ട്രൈ, ഒരു കാര്യം ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ എന്താണ് അവിടെ കുറ്റബോധം ഉണ്ടാകുമോ, അതാണ് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. നാലാമത്തെ സ്റ്റേജ് ആണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഒരു കാര്യം എനിക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ എന്താണ് ഇൻഫ്യൂരിയർ ആയി പോകുമോ എന്നതാണ് നാലാമത്തെ സ്റ്റേജ്. അഞ്ചാമത്തെ സ്റ്റേജ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് അല്ലെ. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയാണ് ഹൂ ആം ഐ, ഞാൻ ആര് എന്നുള്ള ആ ഒരു ടീനേജ് ക്രൈസിസ് ഒക്കെ വരുന്ന സമയമാണ്. എന്റെ ഐഡന്റിറ്റി എന്ത്, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അടുത്തത് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ്. അതൊരു യങ് ഏജിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് എന്താണ്, ഇന്റിമേറ്റ് ആയിട്ട് റിലേഷൻഷിപ്പുകൾ പോകുന്നു. യങ് അഡൽട്ട്, ക്യാൻ ഐ ലവ്, എനിക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കുമോ, അതാണ് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഒന്നെങ്കിൽ എന്താണ് മറ്റുള്ളവരുമായി ഇന്റിമേറ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ എന്താണ് ഒറ്റപ്പെട്ടു പോവുക. ഏഴാമത്തെ സ്റ്റേജ് ആണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ഒരു മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്താണ്, ക്യാൻ മറ്റുള്ളവരെ കെയർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ജനറേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഒന്നിനും സാധിക്കാതെ സ്റ്റാഗ്നേഷനിലായിട്ട് പോകുന്നുണ്ടോ. എട്ടാമത്തെ സ്റ്റേജ് ആണ് ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. ഓൾഡ് ഏജിൽ എത്തുന്നു. ഇത്രയും കാലം ജീവിച്ച ജീവിതത്തിന് അർത്ഥം ഉണ്ടായിരുന്നു, ലൈഫ് മീനിങ് ഫുൾ ആയിരുന്നു, വാസ് ലൈഫ് മീനിങ് ഫുൾ എന്നുള്ള ക്രൈസിസ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജിൽ എന്താണ്, നമുക്ക് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. രണ്ടാമത്തെ സ്റ്റേജിൽ ഓട്ടോണമി വേഴ്സസ് ഷെയിം. മൂന്നാമത്തെ സ്റ്റേജിൽ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. നാലാമത്തെ സ്റ്റേജിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി. അഞ്ചാമത്തെ സ്റ്റേജിൽ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ആറാമത്തെ സ്റ്റേജിൽ ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഏഴാമത്തെ സ്റ്റേജിൽ ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. എട്ടാമത്തെ സ്റ്റേജിൽ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. അപ്പൊ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ ഒരു ചിത്രങ്ങളും കൂടെ ഓർത്ത് നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഓരോയിടത്തെയും ക്രൈസിസ് അത് കടന്നു കിട്ടിയാൽ എന്താണ്, ഒന്നാം സ്റ്റേജിൽ ട്രസ്റ്റ് ഉണ്ടാവും, രണ്ടാം സ്റ്റേജിൽ ഓട്ടോണമി ഉണ്ടാവും, മൂന്നാമത്തെ സ്റ്റേജിൽ ഇനിഷ്യേറ്റീവ് ഉണ്ടാവും, 4 ഇൻഡസ്ട്രി ഉണ്ടാവും, 5 ഐഡന്റിറ്റി ഉണ്ടാവും, 6 ഇന്റിമസി ഉണ്ടാവും, 7 ജനറേറ്റിവിറ്റി ഉണ്ടാവും, 8 ഇന്റഗ്രിറ്റി ഉണ്ടാവും. എന്നാൽ ആ ഒരു ക്രൈസിസ് സോൾവ് ചെയ്തില്ലെങ്കിൽ എന്താണ്, മിസ്ട്രസ്റ്റ്, ഷെയിം, ഗിൽറ്റ്, ഇൻഫ്യൂരിറ്റി, റോൾ കൺഫ്യൂഷൻ, ഐസൊലേഷൻ, സ്റ്റാഗ്നേഷൻ, ഡെസ്പെയർ എന്നിവ ഓരോ സ്റ്റേജിൽ ഫലമായിട്ട് വരും. അതാണ് എറിക്സന്റെ സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ലൈഫ് ജേർണി നിങ്ങൾ ഈ ഒരു പിക്ചർ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ബേബിക്ക് എന്താ വേണ്ടത്, ട്രസ്റ്റ് ആണ് വേണ്ടത്. ടോഡ്ലറിന് എന്താ വേണ്ടത്, ഇൻഡിപെൻഡൻസ് ആണ് വേണ്ടത്. ചൈൽഡിന് എന്താ വേണ്ടത്, ഇനിഷ്യേറ്റീവ് ആണ്. സ്കൂളിലോട്ട് എത്തുമ്പോൾ പതുക്കെ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. ഒരു ടീനേജിലൊക്കെ എത്തുമ്പോഴെന്താണ് ഐഡന്റിറ്റി. അഡൽട്ട് ഏജിൽ എത്തുമ്പോൾ എന്താണ് ലവ്. പേരന്റ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് കെയർ. ആൻഡ് ഓൾഡ് ഏജിൽ എന്താണ് സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെയാണ് ലൈഫ് ജേർണിയുടെ ട്രിക്ക് എന്ന് പറയുന്നത്. ബേബിക്ക് ട്രസ്റ്റ്, ടോഡ്ലറിന് ഇൻഡിപെൻഡൻസ്, ചൈൽഡിന് ഇനിഷ്യേറ്റീവ്, സ്കൂളിൽ വർക്ക്, ടീന് ഐഡന്റിറ്റി, അഡൽട്ടിന് ലവ്, പേരന്റിന് കെയർ, ഓൾഡിന് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഈ ഒരു ചിത്രം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓർഡർ തെറ്റാതെ ലൈഫ് ജേർണി ട്രിക്ക് അവിടെ വെച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അടുത്തത് ലോറൻസ് കോൾബർഗ് ആണ്. കോൾബർഗിന്റെ തിയറി എന്താ, മോറൽ ഡെവലപ്മെന്റ് ആണ്. അദ്ദേഹം എന്താ പറഞ്ഞത്, മൊറാലിറ്റി സാൻമാർഗിക വികാസമാണ്. മൊറാലിറ്റി ഡെവലപ്സ് ഇൻ സ്റ്റേജസ്. മൊറാലിറ്റി എന്താണ്, സ്റ്റേജസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ചിൽഡ്രൻ ഗ്രാജുവലി അണ്ടർസ്റ്റാൻഡ് റൈറ്റ് ആൻഡ് റോങ്. പതിയെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ശരിയേത് തെറ്റേതെന്ന് പതിയെ മനസ്സിലാക്കുന്നു.
അപ്പൊ 3 ലെവലാണ്, 3 ലെവൽസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് കാണാൻ കഴിയും? 3 ലെവലിലും 2 ഡിവിഷൻ കാണാം. ഒന്നാമത്തെ ലെവലാണ് പ്രീ കൺവെൻഷണൽ, രണ്ടാമത്തെ ലെവലാണ് കൺവെൻഷണൽ, മൂന്നാമത്തെ ലെവലാണ് പോസ്റ്റ് കൺവെൻഷണൽ. ഒന്നാമത്തെ ലെവലില് പ്രീ കൺവെൻഷണൽ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പണിഷ്മെന്റ് ആൻഡ് റിവാർഡ്. പണിഷ്മെന്റിനെയും റിവാർഡിനെയും ബേസ് ചെയ്തിട്ടാണ് ആ ഒരു മൊറാലിറ്റി വരുന്നത്. സ്റ്റേജ് 1 എന്താണ്? ഒബീഡിയൻസ് ടു അവോയ്ഡ് പണിഷ്മെന്റ്, പണിഷ്മെന്റ് ഒഴിവാക്കാനായിട്ടുള്ള അനുസരണം. സ്റ്റേജ് 2 എന്താണ്? ഇൻഡിവിജ്വലിസം, ഗെയിനിന് വേണ്ടിയിട്ട്, റിവാർഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ ചെയ്യും. അടുത്ത രണ്ടാമത്തെ ലെവൽ എന്താണ്? കൺവെൻഷണൽ സ്റ്റേജ് ആണ്. അവിടെ എത്തുമ്പോൾ എന്താണ്? കൺവെൻഷണൽ ലെവലാണ്. അവിടെയാണ് നമുക്ക് 2 സ്റ്റേജുകൾ കാണാൻ കഴിയുന്നത്, സ്റ്റേജ് 3 and 4. സ്റ്റേജ് 3 എന്താണ്? ഗുഡ് ബോയ്, ഗുഡ് ഗേൾ. എല്ലാവരും എന്ത് ചെയ്യണം? നല്ലത് പറയണം, സീക്ക് അപ്രൂവൽ, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതാണ് അവിടുത്തെ മൊറാലിറ്റി. സ്റ്റേജ് 4 എത്തുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഡെവലപ്പ് ആവുന്നു, ലോ ആൻഡ് ഓർഡർ. അപ്പൊ എന്താണ്? നിയമങ്ങൾ അനുസരിച്ച് തുടങ്ങുന്നു. കൺവെൻഷൻ സ്റ്റേജിൽ തന്നെ നിയമങ്ങൾ അനുസരിച്ച് തുടങ്ങുന്നു. അവിടെ ലെവൽ 3 എന്നാണ് പോസ്റ്റ് കൺവെൻഷൻ. അവിടെ കുറച്ചും കൂടി എന്താണ്? പേഴ്സണൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു ഐഡിയ വരുന്നു. സോഷ്യൽ കോൺട്രാക്ട്, ക്രിയേറ്റ് റൂൾ ഫോർ ദ ഗ്രേറ്റർ ഗുഡ്. അപ്പൊ എന്താണ്? എല്ലാ റൂളും എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താണ്? നമുക്ക് എല്ലാത്തിലും ഒന്നും ശരി കാണണമെന്നില്ല. അപ്പൊ അതിന് വേണ്ടി കൂടുതൽ നന്മയ്ക്ക് വേണ്ടിയിട്ട് പുതിയ നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു സ്റ്റേജിൽ എത്തുന്നു. ആൻഡ് സ്റ്റേജ് 6 എന്താ? യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. ഫോളോ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്, ഫെയർനെസ് ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി. ലോകമെമ്പാടും എന്താണ്? അംഗീകരിച്ചിട്ടുള്ള തരത്തിലുള്ള നിയമവും നീതിയും ഹ്യൂമൻ ഡിഗ്നിറ്റിയും ഒക്കെ അനുസരിച്ച് അതിനെ ഫോളോ ചെയ്യുക. കുറച്ച് ഹയർ ലെവലിലോട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, അതാണ് മൊറാലിറ്റി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒന്നാമത്തെ ലെവലില് 2 സ്റ്റേജ് ഉണ്ട്, സ്റ്റേജ് 1 and 2. രണ്ടാമത്തെ ലെവലില് 2 സ്റ്റേജ്, സ്റ്റേജ് 3 and 4. മൂന്നാമത്തെ ലെവലില് 2 സ്റ്റേജ് 5 and 6. ഫസ്റ്റ് ലെവല് പ്രീ കൺവെൻഷണൽ ആണ്. അവിടെ എന്തിനാണ് ഫോക്കസ് കൊടുക്കുന്നത്? സെൽഫ്, സ്വയമാണ്. റൈറ്റ് ആൻഡ് റോങ് ബേസ്ഡ് ഓൺ കോൺസിക്വൻസസ്. ചെയ്യുന്ന പ്രവർത്തിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നു? തെറ്റും ശരിയും ഏതെന്ന് നിർണ്ണയിക്കുന്നു. ലെവൽ 2 എവിടെ എത്തി? സൊസൈറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്. റൈറ്റ് ആൻഡ് റോങ് ബേസ്ഡ് ഓൺ സൊസൈറ്റീസ് റൂൾസ് ആൻഡ് എക്സ്പെക്ടേഷൻ. സമൂഹത്തിലെ നിയമങ്ങളും അതുപോലെ എന്താണ്? അവരുടെ എക്സ്പെക്ടേഷൻ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. കൺവെൻഷണൽ, സോഷ്യൽ അപ്രൂവലിന് വേണ്ടിയിട്ടും. ലെവൽ 3 എന്താണ്? പ്രിൻസിപ്പിൾസിനാണ് ഫോക്കസ്. റൈറ്റ് ആൻഡ് റോങ് ബേസ്ഡ് ഓൺ ഇന്റേണൽ വാല്യൂസ് ആൻഡ് എത്തിക്സ്. ഇന്റേണൽ ആയിട്ടുള്ള വാല്യൂസിനെ എത്തിക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ 3 ലെവലിലായിട്ട് 6 സ്റ്റേജുകൾ. ഓരോ ലെവലിലും നമുക്ക് ഈ 2 സ്റ്റേജ് വെച്ച് കാണാൻ കഴിയും. ലെവൽ 1 പ്രീ കൺവെൻഷണൽ, level 2 conventional, level 3 post conventional. Level 1 is based on focus on self, level 2 focus on society, and level 3 focus on principles. പിന്നെ നമുക്ക് കാണാൻ കഴിയും അല്ലേ, ആ ഒരു സ്റ്റേജസിലെ ഓരോ ഫോക്കസ് നോക്കാം. പ്രീ കൺവെൻഷണൽ ആകുമ്പോൾ പേഴ്സണൽ കോൺസിക്വൻസ് ആണ് നോക്കുന്നത്, പണിഷ്മെന്റ് ഒഴിവാക്കുക, അവോയ്ഡ് പണിഷ്മെന്റ്. രണ്ടാം സ്റ്റേജിൽ എന്താണ്? റിവാർഡ് നേടുക, പേഴ്സണൽ ഗെയിൻ. കൺവെൻഷൻ ലെവലിൽ എന്താണ്? സോഷ്യൽ എക്സ്പെക്ടേഷൻ ആകുമ്പോൾ എന്താണ്? ഗുഡ് ബോയ് എന്ന് എല്ലാവരും പറഞ്ഞു അപ്രൂവ് ചെയ്യണം. നാലാമത് എന്താണ്? ലോ ആണ്. ലോ അനുസരിക്കും, അത് നമ്മുടെ ഡ്യൂട്ടി എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള മൊറാലിറ്റി. അഞ്ചാമത്തെ ഒരു സ്റ്റേജിൽ എന്താ? സോഷ്യൽ കോൺട്രാക്ട്, റൈറ്റ്സിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ബോധം. ആൻഡ് ആറാമത്തെ എന്താണ്? യൂണിവേഴ്സൽ വാല്യൂസിന്റെ പ്രാധാന്യം. അപ്പൊ പേഴ്സണൽ കോൺസിക്വൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രീ കൺവെൻഷണൽ. ദെൻ എന്താ? സോഷ്യൽ എക്സ്പെക്ടേഷനെ ബേസ് ചെയ്തുകൊണ്ട് കൺവെൻഷണൽ. ദെൻ പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോസ്റ്റ് കൺവെൻഷൻ. ഈ ഒരു രീതിയിലാണ് കോൾബർഗിന്റെ 6 സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഓടിച്ചു നോക്കാം. പിയാഷയുടെ തിയറി എന്തായിരുന്നു? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. എത്ര സ്റ്റേജ്? 4 സ്റ്റേജ്. പ്രധാനപ്പെട്ട കീവേഡ്സ് എന്തൊക്കെയായിരുന്നു? അസിമിലേഷൻ, അക്കോമഡേഷൻ, കൺസർവേഷൻ. അടുത്ത ബ്രൂണറെ പഠിച്ചു. എവിടെയായിരുന്നു ഫോക്കസ് ചെയ്ത്? ലേണിംഗ് പ്രോസസ്സിലാണല്ലേ. 3 മോഡ്സ് നമ്മൾ കണ്ടു. പിന്നെ എന്തൊക്കെ കണ്ടു? ഡിസ്കവറി ലേണിംഗ്, സ്പൈറൽ കരിക്കുലം, ഇനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക് റെപ്രസെന്റേഷൻ. അടുത്ത ഫ്രോയിഡ് ആയിരുന്നു. അപ്പൊ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാ കണ്ടത്? സൈക്കോ സെക്ഷൽ സ്റ്റേജസ് കണ്ടു അല്ലെ. 5 സ്റ്റേജുകളുണ്ട്. പിന്നെ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. അതോടൊപ്പം തന്നെ എന്താണ്? കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് കണ്ടു. എറിക്സന്റെ തിയറിയിൽ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. 8 സ്റ്റേജുകൾ നമ്മൾ കണ്ടു. ലൈഫ് ക്രൈസിസ്, ഐഡന്റിറ്റി, സൈക്കോ സോഷ്യൽ ടാസ്കുകളൊക്കെയാണ് അവിടെ നമ്മൾ കണ്ടത്. ഫൈനലി കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് 6 സ്റ്റേജ്, 3 ലെവലും 6 സ്റ്റേജും. അവിടെ നമ്മൾ മോറൽ റീസണിങ്ങും ജസ്റ്റിസ്, മെത്തിക്കൽ ജഡ്ജ്മെന്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കണ്ടത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഒരു മോറൽ
മോറൽ ഡെവലപ്മെന്റ് നമുക്ക് കോൾബർഗിൽ പറയാനുള്ളതും. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്തു, പ്രധാനപ്പെട്ട 5 തിയറിസ്റ്റുകൾ അവരുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും നമ്മൾ ഫോക്കസ് ചെയ്തു. ഒരു 30 മിനിറ്റിനകത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് ഏരിയ കവർ ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.